എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ. ഇപ്പോൾ ചോദ്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ചെയ്തത് മുൻ വർഷങ്ങളിലുള്ള 10th ലെവൽ പരീക്ഷകളിലെ ചോദ്യങ്ങളെടുത്ത് അവയെ വിശകലനം ചെയ്യുകയും ആ മോഡലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ചതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള, പക്ഷേ എന്നാൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നും ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. 1-1/2 ഗുണിക്കണം 1-1/3 ഗുണിക്കണം 1-1/4 ഗുണിക്കണം 1-1/5 വില 2021 LDC മെയിൻസിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാറ്റേൺ നോക്കുമ്പോൾ 1 കുറയ്ക്കണം 1 കുറയ്ക്കണം 1 കുറയ്ക്കണം 1 കുറയ്ക്കണം അങ്ങനെ വന്നിട്ടാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ആദ്യം ഇത് എത്രയാണെന്ന് ചെയ്യുന്നു, പിന്നെ ഇതെത്ര ചെയ്യുന്നു, ഇതെത്ര ചെയ്യുന്നു, ഇതെത്ര ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഗുണിക്കുകയാണ് ചെയ്യാം. അല്ലാതെ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നമുക്ക് ലാസ്റ്റ് പറയാം. ആ ട്രിക്ക് പലർക്കും അറിയുകയും ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ളവർ ഉത്തരം നേരെ എഴുതിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പക്ഷേ ഇത് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 1 കുറയ്ക്കണം 1/2 ചെയ്യണമല്ലോ. 1 കുറയ്ക്കണം 1/2. ഈ 1-ൽ നിന്ന് ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ കുറയ്ക്കുക? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാമെന്നറിയോ? കുറയ്ക്കാനല്ലേ. അപ്പോൾ ഇവിടെ ഛേദം 2, ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. 2-ൽ നിന്ന് 1 പോയാൽ 1, അത് മേലെ എഴുതുക. താഴെ എന്ത് എഴുതുക? ഈ ഛേദം അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. 1 കുറയ്ക്കണം 1/3. 1-ൽ നിന്ന് 1/3 കുറയ്ക്കാൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ മേലത്തെ കുറയ്ക്കുക. 3-ൽ നിന്ന് 1 പോയാൽ എത്രയാ? 2. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ ആരാ? 3. അതേപോലെ എഴുതിയാൽ മതി. ഇനി അടുത്ത നോക്ക്. 1 കുറയ്ക്കണം 1/4. അതിന് എഴുതാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4-ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാ? 3. അപ്പോൾ താഴെ ആരാ? 4. ഇനി അടുത്ത് നോക്ക്. 1 കുറയ്ക്കണം 1/5. അപ്പോൾ എന്തെഴുതണം? 5-ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാ? 4. താഴെ ആരെഴുതുക? 5 തന്നെ എഴുതാം. ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകണം. എങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഗുണിക്കണം 2/3 ഗുണിക്കണം 3/4 ഗുണിക്കണം 4/5. മനസ്സിലായല്ലോ? ഈ എഴുതിയിരിക്കണം എന്താ? 1 കുറയ്ക്കണം 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1 കുറയ്ക്കണം 1/3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 1 കുറയ്ക്കണം 1/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. 1 കുറയ്ക്കണം 1/5 എന്ന് പറഞ്ഞാൽ 4/5 ആണ്. ഇതാദ്യം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? അതേ വെട്ടി ചെറുതാക്കാൻ അറിയാലോ. 2 പോയി, 3 പോയി, 4 പോയി. ഇനി ബാക്കി ആരുണ്ട്? ഇവിടുത്തെ ഒരു 1 ഉണ്ട്, ഇവിടുത്തെ ഒരു 5 ഉണ്ട്. അപ്പോൾ 1/5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താ വരുന്നത്? 1/5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ്. ഇത് ശരിക്കും ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ഇത്രയും സമയം ചെയ്യാതെ തന്നെ ഇത് ഉത്തരം കിട്ടും. എങ്ങനെയെന്നറിയോ? പെട്ടെന്ന് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഈ 1, 1/2, 1, 1/3 പിന്നെ ഇതാക്കുന്നത് 1/2, 1/3, 1/4 ഇങ്ങനെ പോകുന്ന പാറ്റേൺ ആണ് അവിടെ ഉള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് 1 കുറയ്ക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക. എന്ത്? ഈ 1/2 1 കുറയ്ക്കണം 1/2 ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി ഇല്ലേ? അങ്ങനെ ചെയ്തു വന്ന് ലാസ്റ്റത്തത് നോക്കുക. 1 കുറയ്ക്കണം 1/5 അത് ചെയ്താൽ നമുക്ക് 4/5 എന്ന് കിട്ടി. ഇത്ര മാത്രം നോക്കുക. ഉത്തരം എന്ന് പറയുന്നത് ദേ ഈ 1 ഡിവൈഡഡ് ബൈ ഈ 5 ആയിരിക്കും. ഫസ്റ്റത്തേൻ്റെ അംശം ഡിവൈഡഡ് ബൈ ലാസ്റ്റത്തേൻ്റെ ഛേദം ആയിരിക്കും. മനസ്സിലായാലോ? ഒരു തവണ കൂടി പറയണോ? വേണ്ടല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാം കേട്ടോ. വേറൊരു ചോദ്യം വെച്ച് പറയാം. ഓക്കെ, നോക്കിക്കോ. ഈ 1 കുറയ്ക്കണം 1/2, 1 കുറയ്ക്കണം 1/3, 1 കുറയ്ക്കണം 1/4 ഇങ്ങനെ പോയി 1 കുറയ്ക്കണം 1/100 ആണ് നമ്മുടെ ചോദ്യമെങ്കിൽ 1 കുറയ്ക്കണം 1/100 ആണ് നമ്മുടെ ചോദ്യമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? 1 കുറയ്ക്കണം 1/2 എത്രയാ? 2-ൽ നിന്ന് 1 കുറച്ചു. എത്രയാ? 1/2. 1 കുറയ്ക്കണം 1/3 എത്രയാ? 3 1 പോയി. എത്രയാ? 2.
താഴെ എന്താ വരിക? ദേ ഛേദം 3 അതുപോലെ എഴുതാം. ഗുണിക്കണം ഈ 1 കുറയ്ക്കണം 1/4, 4 1 കുറച്ചു. ഇതെന്താ 1 കുറയ്ക്കാനാണെങ്കിലാണ് കേട്ടോ. 1 ഒരു ഭിന്നസംഖ്യയെ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. 1 കുറച്ചു എത്രയാ? സോറി 4 1 കുറച്ചു എത്രയാ? മേലെ 3, താഴെ ആ 4 തന്നെ എഴുതാം. അങ്ങനെ പോയി ലാസ്റ്റ് ആര് വരും? 100 1 കുറയ്ക്കണം 1/100 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 100 1 കുറച്ചു എത്ര മേലെ വരിക? 99 ഡിവൈഡഡ് ബൈ താഴെ 100. ഇതാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെട്ടി ഇതും വെട്ടി, ഇവിടെ 4 4 വെട്ടി, 5 5 വെട്ടി, അങ്ങനെ പോയി ലാസ്റ്റ് 99 വെട്ടി. അപ്പോൾ അവസാനം എന്ത് വരും? 1/100 എന്ന് നമുക്ക് ഉത്തരമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും ഇത് ആദ്യത്തേൻ്റെ നോക്കും എത്ര? 1 കുറയ്ക്കണം 1/2 1/2, ലാസ്റ്റത്തേൻ്റെ നോക്കും എത്ര? 1 കുറയ്ക്കണം 1/100 എന്ന് പറഞ്ഞാൽ 99/100. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 1ഉം ഈ 100ഉം മാത്രം എടുക്കും. ഉത്തരം 1/100. എന്താണെങ്കിലാ ഇവിടെ കുറയ്ക്കുക എന്നാണെങ്കിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യണത്. ഈ മെത്തേഡ് ഈ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾക്ക് വെട്ടി ചെറുതാക്കാൻ അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? ഇത് LDC മെയിൻസ് 2021 ചോദിച്ച ചോദ്യമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങോട്ട് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഓർമ്മയിൽ നിൽക്കും. ഇപ്പോൾ നമ്മളോട് ചോദ്യത്തിൽ 1 കുറയ്ക്കണം 1/50 ആണ് എങ്കിലോ എന്താ ചെയ്യുക? നമ്മൾ ഇതേപോലെ തന്നെ എന്താ 1/2 ഇവിടെ എന്ത് വരും? ഗുണിക്കണം 2/3 ഗുണിക്കണം ഇവിടെ എന്ത് വരും? 4 1 പോയാൽ 3, താഴെ എന്ത് വരും? 4. ഇനി അടുത്ത എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ. 1/5 അല്ലേ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? 5 1 പോയാൽ 4, താഴെ 5. അങ്ങനെ പോയി അവസാനം 1 കുറയ്ക്കണം 1/50 എന്ന് പറഞ്ഞാൽ 50 1 പോയി 49 മേലെ, താഴെ 50. അപ്പോൾ എല്ലാം വെട്ടിപ്പോയി. ഇതിങ്ങനെ വെട്ടിപ്പോയി ലാസ്റ്റ് ആരുണ്ടാവും? 1/50 ഉണ്ടാവും. അതെന്ന് പറയുന്നത് ആരാ? ഇതിൻ്റെ അംശം, ലാസ്റ്റത്തേൻ്റെ ഛേദം. ഏറ്റവും ആദ്യത്തതിൻ്റെ അംശം, ഏറ്റവും അവസാനത്തതിൻ്റെ ഛേദം. അതെടുത്താൽ മതി കേട്ടോ. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണെങ്കിലാ 1 കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിലാ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, ഇതിൻ്റെ നേരെ വ്യത്യാസമുള്ളൊരു ചോദ്യം നമുക്ക് നോക്കി നോക്കാം. ദേ നോക്ക്, 1 കുറയ്ക്കണം എന്നാ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടേ. ഇവിടെ 1 കൂട്ടണം എന്നാ. 1 കൂട്ടണം 1/2 ഗുണിക്കണം 1 കൂട്ടണം 1/3 ഗുണിക്കണം 1 കൂട്ടണം 1/4. അങ്ങനെയാണ് പോണത്. എന്ത് ചെയ്യും? 1 കൊണ്ട് കുറയ്ക്കാനും 1 കൊണ്ട് കൂട്ടാനും വളരെ സിമ്പിളാണ്. നേരത്തെ നോക്കിയാൽ അതേ മെത്തേഡ് നോക്കിയാൽ മതി. 1 കൂട്ടണം 1/2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 1 കൂട്ടിയാൽ മതി. അപ്പോൾ 2 1 കൂട്ടി 3, താഴെ ഛേദം അതുപോലെ എഴുതാം. ഇനി നോക്ക്, 1 കൂട്ടണം, ഇനി അടുത്ത എന്താ? 1/3. അതെന്തായിരിക്കും? പറ. 3 1 കൂട്ട് 4, താഴെ എന്താ? 3 തന്നെ. അടുത്ത ഇനി നിങ്ങൾ പറ. 1/4. 1 കൂട്ടണം 1/4. അത് പറ. എങ്ങനെ ചെയ്യാം? അതെ, 4 കൂട്ടണം 1. അപ്പോൾ എത്ര മേലെ വരും? 5, താഴെ 4. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. 1 കൂട്ടണം 2/8 വേണ്ട 9 എന്നാണെന്ന് വിചാരിക്കും. എന്താ ചെയ്യാം? ഒരു പ്രശ്നവുമില്ല. എന്താ? ഇത് നേരെ കൂട്ടുക. 9 2 11, താഴെ 9. ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ നോക്കൂ, 1 കൂട്ടണം 7/15 എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ 15ഉം 7ഉം കൂട്ടുന്നു. 15 7ഉം കൂട്ടിയാൽ എത്രയാ? 22, താഴാരാ? 15. ഇതാണ് 1 കൊണ്ട് കൂട്ടാനും 1 കൊണ്ട് കുറയ്ക്കാനും പറഞ്ഞാൽ ചെയ്യേണ്ട. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. 1 കൂട്ടണം 1/4 5/4. ഇനി അടുത്തെന്താ? 1 കൂട്ടണം 1/5. അതെന്തായിരിക്കും? 5 1 കൂട്ടിയാൽ 6 മേലെ, താഴെ 5. അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെ? 3/2 ഗുണിക്കണം 4/3 ഗുണിക്കണം 5/4 ഗുണിക്കണം 6/5 അല്ലേ? ഇവിടെ വെട്ടാൻ പറ്റുമോ? രണ്ടും വെട്ടാനുണ്ടോ? അതാ ഇവിടെ വേറൊരു പരിപാടി ഉണ്ട് അല്ലേ? 3 വെട്ടാം, 4 വെട്ടാം, 5 വെട്ടാം. അല്ല എങ്കിൽ ഇത് വെട്ടുന്നതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്രിയാത്മകമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3/2 ഗുണിക്കണം 4/3 ഗുണിക്കണം 5/4 ഗുണിക്കണം 6/5. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ 3 വെട്ടി, 4 വെട്ടി, 5 വെട്ടി. ഇനി ബാക്കി ആരുണ്ട്? ഈ 2ഉം ഈ 6ഉം ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം? 6/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഉത്തരം 3 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ 6/2 കിട്ടുന്നവരെ
അത് സിമ്പിളായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്ക്, ആദ്യത്തത് ഏതാ? ആദ്യത്തത് മാത്രം ചെയ്യുക, ലാസ്റ്റത്തെ മാത്രം ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ നോക്ക് 1 + 1/2 അത് ചെയ്താൽ എത്രയാണ്? 1 + 1/2 ചെയ്താൽ എത്രയാണ്? 2 1 3 3/2. ഇനി അവസാനത്തേൻ്റെ നോക്കാം. അവസാനത്തേൻ്റെ എത്രയാണ്? 1 + 1/5 അത് ചെയ്താൽ എങ്ങനെ കിട്ടുക? 6/5 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി നോക്ക്, എന്തെടുത്താൽ മതി? കൂട്ടാനാണ് പറഞ്ഞതെങ്കിൽ ഛേദം ആദ്യത്തതിൻ്റെ ഛേദവും അവസാനത്തിൻ്റെ അംശവും. നേരത്തെ എന്താ എടുത്തത്? കുറയ്ക്കാനാണെങ്കിൽ, ഒന്നിൽ നിന്ന് കുറയ്ക്കാനാണ് പറഞ്ഞു വെച്ചാൽ എന്താ എടുത്തത്? ആദ്യത്തേൻ്റെ അംശവും അവസാനത്തിൻ്റെ ഛേദവും. ഇവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, അവസാനത്തതിൻ്റെ അംശവും ആദ്യത്തിൻ്റെ ഛേദവും. അപ്പോൾ എന്തായി? 6/2. നമ്മുടെ ഉത്തരം 3 കിട്ടിയാലോ? ഇനി നമുക്ക് വേറൊരു ചോദ്യം ഇതിൽ തന്നെ ചെയ്തു നോക്കാം. ഇതേ മോഡലിൽ സെയിം ചോദ്യം, ഇതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു. എന്നിട്ട് നോക്കുന്നു 1 + 1/2 ഗുണിക്കണം 1 + 1/3 ഗുണിക്കണം 1 + 1/4 അങ്ങനെ എക്സെട്രാ പോയി 1 കൂട്ടണം 1/100. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല അല്ലേ? നമുക്കറിയാം എന്താണ് 1 കൂട്ടണം 1/2 എന്ന് പറഞ്ഞാൽ 2 1 കൂട്ടി 3/2 ഗുണിക്കണം. ഇവിടെ 3 1 കൂട്ടി 4/3 ഗുണിക്കണം. ഇവിടെ എന്താ 4 1 കൂട്ടി 5 / 4 തന്നെ. അങ്ങനെ പോയി ഇവിടെ 1 കൂട്ടണം 1/100 എന്ത് ചെയ്യും? 101 / 100. നമ്മളെങ്ങനെ വെട്ടിയാന്നേ? ഇങ്ങനെയാണ് വെട്ടിപ്പോയേ. അപ്പോൾ വരി പോവും, ഈ 100 പോവും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 101 / 2. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് കിട്ടുക. ഇനി ഇത്രയൊന്നും ചെയ്യണ്ട. ഇത് ശരിക്കുള്ള രീതി. ഇനി ഇത്രയൊന്നും ചെയ്യണ്ട. ആദ്യത്തത് എടുക്കുക. ആദ്യത്തത് എടുത്തുതാ 1/2 എത്രയാ? 1/2 + 1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1 2 3 3/2. ആദ്യത്തെ ആളെ കിട്ടി. അവസാനത്തെ ആൾ എത്രയാ? 101/100. കൂട്ടാനാണല്ലോ പറഞ്ഞത്. കൂട്ടാനാണ് പറഞ്ഞു വെച്ചാൽ ആരെ എടുക്കണം? കൂട്ടാനാണ് പറഞ്ഞു വെച്ചാൽ ആദ്യത്തതിൻ്റെ ഛേദം അവസാനത്തതിൻ്റെ അംശം. അപ്പോൾ 101 / 2. അങ്ങനെയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പ്രോബ്ലംസ് ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവ് ആണുള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ എന്താ ഇതിൻ്റെ ചോദ്യത്തിൽ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് പരപ്പളവാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏരിയയാണ് തന്നിട്ടുള്ളത്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? A². എന്തുകൊണ്ട്? സമചതുരമാണ്. സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പരപ്പളവ്? നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ A × A² ആണ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് A² ആണ്. A എന്ന് പറഞ്ഞാൽ വശത്തിൻ്റെ സ്ക്വയർ ആണ്. അതാണ് എന്ത് തന്നിട്ടുള്ള 9216 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വശത്തിൻ്റെ നീളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9216 A ആവണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും റൂട്ട് എടുക്കണം. അപ്പോൾ √A² എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ 9216 റൂട്ട് എടുത്താൽ പോരെ? അതാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോണത് എന്തായിരിക്കും? ഈ 9216 റൂട്ട് നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, അതായത് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷനിൽ നിന്ന് നോക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 8 തുടങ്ങുന്ന സംഖ്യകൾ 86 84 അതിൻ്റെ ഒരു സ്ക്വയർ ആയിട്ട് വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? 86 തുടങ്ങുന്നത്, 84 തുടങ്ങുന്നത്. നമ്മൾ ആദ്യം 90ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് അറിയാം അല്ലേ? 90ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 9 81. അപ്പോൾ എന്തായിരിക്കും? 2 0 ഇട്ടാൽ മതി. 8100 90ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ സംഖ്യ അല്ലേ 9216. അപ്പോൾ എന്തായാലും എന്തായിരിക്കില്ല? 90ന് താഴെയുള്ള സംഖ്യയല്ല എന്ത് നമ്മുടെ ഓപ്ഷനിലുള്ളത്, ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 86 84 എന്തായിരിക്കില്ല? 9216ൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് വരില്ല. ഓക്കെ അല്ലേ? ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം.
90 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി, ഒരു 2 സെക്കൻഡിൽ 90 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 9216 ആരുടെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാം, 90 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴി പറയാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ആദ്യം 99ൻ്റെ പറയാം. ഉത്തരത്തിലേക്ക് വരാം. 94 96 ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യം 99ൻ്റെ പറയാം. 99ൻ്റെ വെച്ച് തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 99ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 99 100ൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 100ഉം 99ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 അല്ലേ? ആ 1 ആദ്യം ഈ 99 നിന്ന് കുറയ്ക്കുക. എന്ത് ചെയ്യുക, 100ൽ നിന്ന് 99 ഉള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ്. ആ 1 എന്ത് ചെയ്യുക, 99 നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 98. അതാണ് നമ്മുടെ ആദ്യത്തെ 2 ഡിജിറ്റ്. ഇനി അടുത്ത 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ വ്യത്യാസത്തിൻ്റെ സ്ക്വയർ എടുക്കുക. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയല്ലേ? അപ്പോൾ നമ്മളതിനെ 0 1 എന്ന് എഴുതി. അതാണ് നമ്മുടെ അടുത്ത 2 ഡിജിറ്റുകൾ. അപ്പോൾ 9801 ആണ് എന്ത്? 99ൻ്റെ സ്ക്വയർ. അങ്ങനെയെങ്കിൽ നമ്മുടെ 94, ഫസ്റ്റത്തെ ഈ ഓപ്ഷൻ 94 എന്ന് ചെയ്തു നോക്കാം. 94 എന്ന് പറയുന്നത് എന്താ, എത്ര വ്യത്യാസമുണ്ട് 100ന്ന്? 6 ആണ് 94ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം അല്ലേ? 94 100 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 94 നിന്ന് ആദ്യം എന്ത് ചെയ്യണം, ഈ 6 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടുക? 88. ആദ്യത്തെ 2 ഡിജിറ്റ് 88. അവിടെ തന്നെ നമുക്ക് ഉത്തരമല്ല എന്ന് മനസ്സിലായി. എന്നാലും ബാക്കിയും ചെയ്യാം. എന്ത് ചെയ്യണം ഇനി? 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 8836. നിങ്ങൾ ഗുണിച്ച് നോക്കിക്കോ. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത്രയും സിമ്പിളായിട്ടൊരു ട്രിക്ക് ഇരിക്കുമ്പോൾ. ഇനി അടുത്തത്, അപ്പോൾ 8836 ആണോ നമുക്ക് വേണ്ടത്? അല്ല, 9216 വേണ്ടേ? അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ഉത്തരം ആരായിരിക്കും? 96 ആയിരിക്കും. എങ്കിലും ചെയ്തു നോക്കാം. ഓക്കെ, 96 എത്ര വ്യത്യാസമുണ്ട് 100ന്ന്? 96 എത്രയാ? 4 അല്ലേ വ്യത്യാസം? 100ന്ന് 96 4ആണ് വ്യത്യാസമുള്ളത്. ഇനി ആദ്യം എന്ത് ചെയ്യണം, ഈ 96 എന്ത് ചെയ്യണം, ഈ 4 കുറയ്ക്കണം. എത്ര കുറച്ച് കിട്ടുക? 92. ആദ്യത്തെ 2 ഡിജിറ്റ് ആരാ? 92. ഇനി അടുത്തത് ആരായിരിക്കും? ഈ 4ൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 9 2 1 6. 96ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത്? 96. നിങ്ങൾ പഠിച്ചില്ലേ? എങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ എന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും, 92ൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കും. ഈ മെത്തേഡിലൊന്ന് കണ്ടുപിടിക്കും. അതുപോലെ 93ൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കും. ഇത് രണ്ടും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്ക് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓർമ്മയിൽ നിന്നോളും കേട്ടോ. മറന്നു കളയരുത്, ഓർമ്മയിൽ നിർത്തണം. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ? അത് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത്രയും ദിവസം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ 90 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ കാണാൻ എത്ര സിമ്പിളാണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? അപ്പോൾ നമ്മൾ അറിയുന്ന അറിവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പഠിച്ചു വയ്ക്കുക, അത് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാം. ഒരു ചോദ്യം എന്താണ്, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ 9216ൻ്റെ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ ഒന്നുകൾ ഉണ്ട്? ഒറ്റ, 10, 100, 1000, 10000 അങ്ങനെ പോകുന്ന പോലെ പോയിന്റിന് വലത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാവും? 10-1, 100-1, 1000-1 അങ്ങനെയും പോവും അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ 20.94ൽ എത്ര 100ൽ ഒന്നുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാ, 10 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാ. അതേപോലെ പോയിന്റിൻ്റെ വലത്തോട്ട് പോകും തോറും ഇതെന്താ 10-1, ഈ പൊസിഷൻ 10-1. രണ്ടാമത്തെ ഈ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? 100ൽ 1. അപ്പോൾ എത്ര 100ൽ ഒന്നുകളുണ്ട്? 4 100ൽ ഒന്നുകളുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഇത് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്താണ്, കുറേ നല്ലപോലെ വിശദീകരിച്ച് ഇത് നമ്മൾ പ്ലേസ് വാല്യൂ ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ്സിൻ്റെ വീഡിയോ താഴെ കൊടുക്കുക, അത് വേണമെന്നുള്ളവർ കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 0, 1/4, 1/2, 3/4, അടുത്തത് 1.
ഈ ശ്രേണിയുടെ അടുത്ത പദം ഏതെന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്താണ് 0ആണ്. ഇത് പിന്നെ കാലായി, പിന്നെ അത് അരയായി, പിന്നെ അത് മുക്കാലായി, പിന്നെ 1ആയി. ഇനി അടുത്തത് എന്തായിരിക്കും ഉണ്ടാവുക? കാല് വെച്ചിട്ട് 1/4 വെച്ചിട്ട് കൂടി പോകുന്ന ശ്രേണിയാണിത് അല്ലേ. ഇത് 1/4 വെച്ച് കൂടി പോകുന്ന ശ്രേണിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 0-നോട് 1/4 കൂട്ടി 1/4, 1/4-നോട് 1/4 കൂട്ടി 1/2, 1/2-നോട് 1/4 കൂട്ടി 3/4, 3/4-നോട് 1/4 കൂട്ടി 1. ഇനി എന്ത് ചെയ്യണം? 1-നോട് എന്ത് ചെയ്യണം? 1/4 കൂട്ടണം. നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചതേ ഉള്ളൂ. എന്ത് 1 കൂട്ടണം 1/4 ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? 4 1 കൂട്ടി എത്ര? 5. മേലെ എഴുതി, താഴെ ആ 4 തന്നെ എഴുതി. ഉത്തരം 5/4. ഉത്തരം 5/4. സിമ്പിൾ ചോദ്യമാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 എന്ന അനുപാതത്തിലാണ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആയാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മളിങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് എഴുതാറുണ്ട് അല്ലേ? അച്ഛൻ, മകൻ, എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യും? 7:3 ഇവരുടെ വയസ്സുകളുടെ അനുപാതം. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 36. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ എത്ര വ്യത്യാസം? 7:3 അല്ലേ? അവരുടെ വ്യത്യാസം, വയസ്സുകളുടെ വ്യത്യാസം 36, അല്ലെങ്കിൽ അച്ഛന് മകനേക്കാൾ 36 വയസ്സ് കൂടുതലാണ്. അങ്ങനെയൊക്കെ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ? ഈ 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്രയാ? 4. ഈ 4 ഭാഗം എന്ന് പറയുന്നതാണ് എന്ത്? 36. നമുക്ക് വേണ്ടത് എന്താ? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ റേഷ്യോ എത്രയാണ്? 3. അപ്പോൾ ഈ 3 എത്രയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം. എന്താ ഞാൻ പറഞ്ഞത്? 7:3 അവരുടെ റേഷ്യോ, 36 അവരുടെ വയസ്സുകളുടെ വ്യത്യാസം. അപ്പോൾ എന്ത് ചെയ്യുന്നു? 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 4. ഈ 4 എന്ന് പറയുന്നതാണ് 36. നമുക്ക് വേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്, അതായത് ഈ 3 എത്രയാണ്, 3 ഭാഗം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം എന്താ എത്രയും വന്നാൽ ചെയ്യേണ്ടത്. ഇത്രയും വന്നാൽ നേരെ ക്രോസ് ഗുണിക്കുന്നു. അപ്പോൾ 3 ഗുണിക്കണം 36 ഡിവൈഡഡ് ബൈ 4 ഗുണിക്കണം ഇന്നാള്, ഇയാളെ കണ്ടുപിടിക്കണം. അപ്പോൾ താഴാരാ? 4 മാത്രം. 9 4 36. അപ്പോൾ 3 9 27. ഉത്തരം 27. ഇനി അച്ഛൻ്റെതാണ് ചോദിച്ചതെങ്കിൽ നമ്മളെ ചോദ്യം എങ്ങനെയാണ്? 4 എന്ന് പറയുന്നത് 36, 7 എന്ന് പറയുന്നത് എത്രയാണ്? അതല്ലേ ചോദ്യം. അപ്പോൾ 7 × 36 ഡിവൈഡഡ് ബൈ 4. വീണ്ടും ഇങ്ങനെ വരുന്നു. 9 7 63. അച്ഛൻ്റെ പ്രായം 63. ഈ രീതിയിലായേനെ. മനസ്സിലായോ? ഇത് നമ്മൾ കുറേ പറയുന്നതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്, തെറ്റിക്കരുത്, മറന്നു പോകരുത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികളേവ? അപ്പോൾ കുറച്ച് 4 ജോഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണനഫലം എന്താണ്? എണ്ണൽ സംഖ്യയായിട്ട് വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ എടുക്കാം. 0.8 ഗുണിക്കണം 20. 0.8 ഗുണിക്കണം 20 എന്ത് ചെയ്യും? ഒരു പോയിൻ്റുള്ള സംഖ്യയുണ്ട്, ഒരു 20 ഉണ്ട്, റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ റൂട്ട് അങ്ങ് എഴുതി. അതായത് √A ഗുണിക്കണം √B എന്ന് പറഞ്ഞാൽ എന്താ? √AB എന്നാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതിനൊന്നും ഇനി ക്ലാസ് എടുക്കാൻ വയ്യ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയണം. √A ഗുണിക്കണം √B എന്ന് പറഞ്ഞാൽ √AB ആണ്. അതായത് ഉള്ളിലേക്ക് ഗുണിച്ചാൽ മതി രണ്ടും കൂടി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്കും 0.8 ഗുണിക്കണം 20 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല, ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം. 0.8 ഗുണിക്കണം 20 എന്ന് എഴുതാം. അപ്പോൾ എങ്കിൽ പറ 0.8ന് 20 കൊണ്ട് എങ്ങനെ ഗുണിക്കാം? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? 20ന് ആദ്യം 8 കൊണ്ട് ഗുണിക്കും. 20 ഗുണിക്കണം 8. 20 ഗുണിക്കണം 8 എത്രയാ? 160 അല്ലേ? 20 ഗുണിക്കണം 8 എത്രയാ? 160. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിൻ്റ് അല്ലേ, ആ ഒരു പോയിൻ്റ് മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉത്തരം എന്തായി? √16.0. അതായത് √16. √16 എത്രയാ? എത്രയാണ് 16ൻ്റെ റൂട്ട്? 4. സിമ്പിളല്ലേ? ഉത്തരം 4. അപ്പോൾ നമുക്ക് എന്താണ്? 1 എന്താണ്? അതിൻ്റെ ഗുണനഫലം എണ്ണൽ സംഖ്യയായിട്ട് വരും. 4 ഒരു എണ്ണൽ സംഖ്യ അല്ലേ? 1 2 3 4 അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നോക്കി നോക്കാം. 0.8ഉം √0.2 നേരെ ഞാൻ ഗുണിക്കാൻ പോവാണ്. അല്ലാതെ ഇങ്ങനെ എഴുതുന്നൊന്നുമില്ല കേട്ടോ. 0.8 ഗുണിക്കണം 0.2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എഴുതണം? റൂട്ടിൻ്റെ ഉള്ളിൽ പറ
8ഉം 2ഉം ഞാൻ നേരെ ഗുണിക്കുന്നു. 8ഉം 2ഉം 16. ഇനി നോക്ക്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ എത്ര പോയിന്റുകളാണ്? 2 പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഗുണിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ 2 പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 1, 2 പോയിന്റ് ഇട്ടു. 0.16. 0.16ൻ്റെ റൂട്ട് എണ്ണൽ സംഖ്യ വരുമോ? ഏതേലും ഒരു സംഖ്യ, അതായത് ഒരു ദശാംശ സംഖ്യേൻ്റെ റൂട്ട് എണ്ണൽ സംഖ്യ വരുമോ? ഇല്ല. ചെയ്യാൻ നിൽക്കണ്ട. റൂട്ട് ഓഫ് 0.16 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. അവിടെ നിർത്തിക്കോ. അടുത്തതിലേക്ക് പോവാം. റൂട്ട് ഓഫ് 30 ഗുണിക്കണം റൂട്ട് ഓഫ് 1.2. നിങ്ങൾ പറ, എന്ത് ചെയ്യണം? 30 ഗുണിക്കണം 1.2. ആദ്യം അതട് ചെയ്യാം. 30 ഗുണിക്കണം 12. 30 ഗുണിക്കണം 12 എന്ന് പറഞ്ഞാൽ 12 × 3 36, പിന്നെ ഒരു 0, 360. റൂട്ടിൻ്റെ ഉള്ളിലാണേ. ഇനി നോക്ക്, ഒരു സ്ഥാനം മാറ്റിയിട്ട് ആ പോയിന്റ് 1.2. അപ്പോൾ ആ ഒരു സ്ഥാനം ഇടേണ്ട ഇവിടെ 36.0, അതായത് 36. റൂട്ട് ഓഫ് 36 എത്രയാ? 6 അല്ലേ? റൂട്ട് ഓഫ് 36 6. അപ്പോൾ അതും വരും അല്ലേ? അപ്പോൾ 1ഉം 3ഉം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്ന സംഖ്യകളാണ്. ഇനി അടുത്തത് 0.08 ഗുണിക്കണം 0.02. ഇവിടെ എങ്ങനെ ഗുണിക്കും എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. നോക്കിക്കോ. ആദ്യം എന്ത് ചെയ്യുന്നു? റൂട്ട് നമ്മൾ എഴുതിയിട്ട് 0.08 ഗുണിക്കണം 0.02. ആദ്യം എന്താ ചെയ്യുന്നത്? 2നെ 8നെ ഗുണിക്കുക. എത്രയാ? 16. 2 × 8 16. ഇനി നോക്കിക്കേ, എത്ര ദശാംശ സ്ഥാനങ്ങളാണ്? 1, 2, 3, 4. അപ്പോൾ ടോട്ടൽ എത്ര ദശാംശ സ്ഥാനം വേണം ഉത്തരത്തിൽ? 4 എണ്ണം. 1, 2, 3, 4 ദശാംശ സ്ഥാനങ്ങൾ. 0.0016. ഇങ്ങനെയാണ് ഗുണിക്കേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ദശാംശ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാവോ? ഇല്ല. അപ്പോൾ അതും നമ്മുടെ ഉത്തരത്തിലായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 1ഉം 3ഉം. 1ഉം 3ഉം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം 1/9 = 0.111 അങ്ങനെ പോകുന്നു എങ്കിൽ 0.444 അങ്ങനെ പോകുന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം എന്ത്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം 1/9 എന്ന് പറഞ്ഞാൽ 0.111 അങ്ങനെ പോണതാണ്. 2/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.2222 അങ്ങനെ പോണതാണ്. 3/9 എന്ന് പറഞ്ഞാൽ എന്താ? 0.333 അങ്ങനെ പോണതാണ്. ഇതിനെ വെട്ടി ചെറുതാക്കാം കേട്ടോ. അപ്പം 4/9 എന്ന് പറഞ്ഞാൽ എന്താ? 0.444 അങ്ങനെ പോണതാണ്. പക്ഷേ ഇവിടെ ചോദ്യം റൂട്ട് ഓഫ് 0.444 അങ്ങനെയാണ്. ഞാനിത് എഴുതാൻ വിട്ടുപോയതാണ്. റൂട്ട് ഓഫ് 0.4444 ആണ്. അപ്പോൾ നിങ്ങൾ പറ, എനിക്ക് 0.444 പകരം എന്തെഴുതാം? 4/9 എന്ന് എഴുതാം. അപ്പം നമുക്ക് വേണ്ടത് എന്താ? റൂട്ട് ഓഫ് 4/9 അല്ലേ വേണ്ടത്? നിങ്ങളിനി പറ ഇതിൻ്റെ ഉത്തരം എന്താ? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാം? ജസ്റ്റ് ഞാൻ ഇതൊന്ന് എഴുതി കാണിക്കാം. റൂട്ട് ഓഫ് a/b എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a / റൂട്ട് ഓഫ് b ആണ്. ഈ സാധനം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. റൂട്ട് ഓഫ് a / b എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് a / റൂട്ട് ഓഫ് b എന്നാണ്. സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറ, റൂട്ട് ഓഫ് 4/9. 4ൻ്റെ റൂട്ട് എത്രയാ? 2. 9ൻ്റെ റൂട്ട് എത്രയാ? 3. 2/3. അതാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ചോദ്യം എന്താണ്? ഓക്കെ, ഞാനൊന്നും കൂടി കാണിക്കാം. ചോദ്യം എന്തായിരുന്നു? നമുക്ക് റൂട്ട് ഓഫ് 0.44. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് ഇതൊന്നും തന്നൊന്നുണ്ടാവില്ല. ഇനി 0.444 എന്താണെന്നാണ് റൂട്ട് ഓഫ് 0.44 = എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം. എന്ത് ചെയ്യാം? 0.444 എന്ന് പറഞ്ഞാൽ എന്താ? 4/9 ആണ്. അതിൻ്റെ റൂട്ട് കാണുമ്പോൾ 4ൻ്റെ റൂട്ട് 2, 9ൻ്റെ റൂട്ട് 3. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ചോദ്യമാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. LDC മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും വിവിധ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇങ്ങനെ എത്ര വിധത്തിൽ ക്രമീകരിക്കാം? നിങ്ങൾ വേറൊരു ചോദ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ക്യൂവിൽ
എത്ര ഒരു 5 പേരെ ക്രമീകരിച്ചാൽ അത് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും വിവിധ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇങ്ങനെ എത്ര വിധത്തിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സർക്കുലർ പെർമ്യൂട്ടേഷനാണ്. അതും പഠിക്കണമെന്നില്ല. എന്ത് ചെയ്യാം? വൃത്തമാണോ, ഒരു വൃത്തത്തിന് ചുറ്റും 5 ആൾക്കാരെ വിവിധ രീതിയിൽ, അപ്പോൾ ഒരാൾ എ, ഒരാൾ ബി, ഒരാൾ സി, ഒരാൾ ഡി, ഒരാൾ ഇ, ഇങ്ങനെ ഇവരെ തിരിച്ചു മറച്ചൊക്കെ നിർത്തി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വിധത്തിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? 5 കുറയ്ക്കണം 1 ഫാക്ടോറിയൽ കണ്ടാൽ മതി. അതായത് ഇവിടെ 5 പകരം n ആളുകളെ എന്നാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്തോ? എന്തായിരിക്കും? n-1 ഫാക്ടോറിയൽ കണ്ടാൽ മതി. എന്താണ് 5-1 ഫാക്ടോറിയൽ? 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എങ്ങനെ കാണും? 4 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 1. 4 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 1 എത്രയാ? 4 × 3 എത്ര? 12. 12 × 2 24. 24 വിധത്തിൽ ക്രമീകരിക്കാം. ഇനി n-1 ഫാക്ടോറിയൽ ഇതൊന്നും ഓർത്തല്ലോ. എങ്ങനെ? സർക്കുലാർ, ഒരു സർക്കിൾ പോലെയാണ് ആളുകളെ ക്രമീകരിക്കുന്നതെങ്കിൽ ഇതോർക്കുമല്ലോ. ഇക്വേഷൻ എന്താ? n-1 ഫാക്ടോറിയൽ. n ആളുകളെ ഒരു വൃത്തത്തിന് ചുറ്റും എത്ര വിധത്തിൽ ക്രമീകരിക്കാം? എന്താ ഉത്തരം? n-1 ഫാക്ടോറിയൽ. മറക്കില്ലല്ലോ. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അപ്പോൾ 5 ആളുകളെ ഒരു ക്യൂവിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? അവിടത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഫാക്ടോറിയലാണ്. അവിടുത്തെ ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയലാണ്. ഇവിടെ 5 പേരെ ക്യൂവിലാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ക്രമീകരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? n ഫാക്ടോറിയലാണ്. അപ്പോൾ 5 ആളുകളെ ഒരു ക്യൂവിൽ നിർത്തുകയാണെന്ന് പറഞ്ഞാൽ എത്ര വിധത്തിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ നമ്മൾ കാണണം. ഫാക്ടോറിയൽ കാണാൻ അറിയാലോ. 5 ഗുണിക്കണം തൊട്ട് താഴെ, 4 ഗുണിക്കണം തൊട്ട് താഴെ, 3 ഗുണിക്കണം തൊട്ട് താഴെ, 2 ഗുണിക്കണം 1 ചെയ്താൽ എത്ര കിട്ടാതെ? ഞാൻ ജസ്റ്റ് ഈ 5-നെയും 2-നെയും എപ്പോഴും ഗുണിച്ച് 10 ആക്കാൻ പറയും. 4 ഗുണിക്കണം 3 12. 12 × 10 120. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നോക്കൂ. 240-ൻ്റെ 16/2/3% എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ 16/2/3 ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തലയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്. എന്ത്? ഈ 16/2/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്ക് 16/2/3/100 ഇനി ഇതൊക്കെ ചെയ്ത് ഈ 16 × 3 എത്രയാ? 48 + 2 50/3 / 100, അതായത് 50/300. അപ്പോൾ നമ്മൾ 240-ൻ്റെ 16/2/3% എന്ന് പറഞ്ഞാൽ 16/2/3% പകരം 50/300. ഇങ്ങനെയൊക്കെ എഴുതി ഷോർട്ടാക്കി ചെയ്ത് സമയം കളയുന്നതിനു പകരം 16/2/3% ഒരു ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതാൻ കഴിയും, ഫ്രാക്ഷനായിട്ട് എഴുതാൻ കഴിയും. ഏതാണ് ആ ഫ്രാക്ഷൻ? 16/2/3% ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ കഴിയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഏതാണ് ആ ഫ്രാക്ഷൻ? 1/6. 16/2/3% എന്ന് പറഞ്ഞാൽ എത്രയാണത്? 1/6 അല്ലെങ്കിൽ 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 16/2/3%. 1/6 എന്ന് പറഞ്ഞാൽ 16/2/3%. എങ്ങനെയാ 1/6-നെ ശതമാനത്തിലേക്ക് മാറ്റാം? എങ്ങനെയാ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നം അല്ലേ? ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ ശതമാനത്തേക്ക് മാറ്റാം? എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. 100 കൊണ്ട് ഗുണിക്കുന്നു. 1/6-നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്ത്? 16/2/3%. മനസ്സിലാവണ്ടല്ലോ. അപ്പോൾ ആ കാര്യം ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 16/2/3% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 240-ൻ്റെ 1/6 കണ്ടാൽ മതി.
240 ഇൻറ്റു 1/6 എത്രയാ? 6 4 24. എത്രയാ? 6 4 24. ഉത്തരം 40. ഉത്തരം 40. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണം ഇതുപോലെ ഒന്ന് പഠിച്ചു വെച്ചാലോ. ഈ 16 2/3% വരുന്ന 1/6 കണ്ടു. അപ്പോൾ അതുപോലെ കുറച്ചെണ്ണം പഠിച്ചു വെച്ചാലോ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. 10% അല്ലെങ്കിൽ ഓക്കെ നേരെ തിരിച്ചെഴുതാം. ഓക്കെ ഇങ്ങനെ തന്നെ എഴുതാം. 10% എങ്ങനെ എഴുതാം? 1/10. 12% എങ്ങനെ എഴുതാം? 1/8. അതായത് 240 ഓക്കെ 240 അല്ല 320 12% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 320 ഗുണിക്കണം 1/8 ചെയ്താൽ മതി. ഓക്കെ 4 32. അപ്പോൾ ഉത്തരം 40. വളരെ സിമ്പിളായിട്ട് കാണാം. സാധനം കത്തുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ഇനി അടുത്തത് 16 2/3. അത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. 16 2/3% എത്ര? 16 2/3 എന്ന് പറഞ്ഞാൽ 1/6. അതുപോലെ നമുക്ക് എഴുതാം എന്ത്? 20%. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 2/10 അല്ലെങ്കിൽ 1/5. അതേപോലെ 25% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1/4 ഭാഗം കണ്ടാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ 12.5 16 2/3 ഇനി കിട്ടുന്ന ഈ 33 1/3%. ഈ സാധനമോ 1/3 ഭാഗം കണ്ടാൽ മതി. ഇനി അതേപോലെ 37 1/2%. ഇതിനു പകരം 3/8 കണ്ടാൽ മതി. അതുപോലെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇനി എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം കൂടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 40%. എത്ര? 40% നിങ്ങൾ പറ. എത്രയായിരിക്കും? 2/5. 2/5 അല്ലേ? 20% 1/5 ആണെങ്കിൽ 40% 2/5. കോമൺ സെൻസ് യൂസ് ചെയ്യൂ. 50% എത്രയായിരിക്കും? 1/2. 50% എത്രയായിരിക്കും? 1/2. അടുത്തത് 60%. 60% എത്രയായിരിക്കും? 3/5. 20% 1/5, 40% 2/5, 60% 3/5 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും 80% എത്രയായിരിക്കും? 4/5. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്ക്. 60 കഴിഞ്ഞാൽ 66 2/3%. 66 2/3% എന്ന് പറഞ്ഞാൽ 2/3 ഭാഗം. 75% നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എത്രയാ? 3/4 ഭാഗം. 80% നമ്മൾ എഴുതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 87 1/2%. അതെത്രയാ? 7/8. ബാക്കിയുള്ളത് 90 99 ആണ്. അതൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കറിയാം സാധാരണ എന്താ ചെയ്യുക? 90% കാണാൻ എന്ത് ചെയ്യുക? 9/10. 99% എന്ന് പറഞ്ഞാൽ 99/100. അപ്പോൾ ഇതിൽ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ഇതൊക്കെയാണ് നമ്മൾ കൺഫ്യൂഷൻ സ്പീഡ് കിട്ടാൻ ഇതൊക്കെയാണ് നമ്മളെ സഹായിക്കുക. 60%, 66 2/3%, 87%, 16 2/3, 12.5%, 33 1/3%, 37 1/2%. ഇതൊക്കെ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്തു നോക്ക്. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്ക് കേട്ടോ. ഇതൊക്കെ 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചാണ്. ഇത് LDCയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് മുടക്കരുത് അല്ലേ? ഏതൊരു സിനിമയിൽ ചകരി പറയുന്ന പോലെ പ്രാക്ടീസ് മുടക്കരുത്. നന്നായിട്ട് പഠിച്ചാൽ തന്നെ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു.